Hello guys, once again welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൊബൈൽ ഹോൾഡർ ആയിട്ടാണ്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായോ? അതെ, നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. ന്യൂസ് പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലത്തെ പേജസും എടുക്കാം. ഞാനിവിടെ ബുക്കത്തെ പേജസ് ആണ് എടുത്തിട്ടുള്ളത്. ന്യൂസ് പേപ്പർ ആവുമ്പോൾ റിസ്ക് കുറഞ്ഞിട്ടും വലിയ പേപ്പർ ആവുമല്ലോ. ഇങ്ങനെ ചുരുട്ടി എടുക്കുമ്പോൾ ഒരുപാട് പീസസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മൊബൈൽ ഹോൾഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യട്ടോ. എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. എൻ്റെ എല്ലാ വീഡിയോസും കാണണം എന്നുണ്ടെങ്കിൽ ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിന് മെയിനായിട്ട് ആവശ്യം ഇതുപോലത്തെ ബുക്സാണ്. ഞാൻ ബുക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ എടുക്കാം കേട്ടോ. നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ബുക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബുക്സ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പീസ് നമുക്ക് കീറിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതിന് വേണമെങ്കിൽ നമുക്ക് പെൻസിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാർബിക്യൂ സ്റ്റിക്ക് ഒക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. അതാവുമ്പോൾ കുറച്ചും കൂടെ ചെറുതായിട്ട് കിട്ടും. പെൻസിലാവുമ്പോൾ കുറച്ച് വലിയ റോളായിട്ടാവും കിട്ടുക. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെൻസിൽ വെച്ച് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ പെയിന്റിംഗ് ബ്രഷോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുക. ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 14 സെന്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്ലൂ ഗൺ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓരോന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും കൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ അളവൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ. ഇനി ഇത് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. 14x14, അതുപോലെ 11x4, അതുപോലെ 9x14, ഇത് മൂന്നും കൂടെ കേട്ടോ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ സ്റ്റിക്ക്
സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പേപ്പർ കൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് അത്ര തന്നെ ബലം ഉണ്ടാവില്ല. അപ്പോൾ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ ഒന്നെങ്കിൽ ബാർബിക്യൂ സ്റ്റിക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഈർക്കിളോ ഉപയോഗിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അത് നല്ല ബലത്തിൽ കിട്ടും. ആ പേപ്പറിൻ്റെ സൈസിൽ ഓരോ ഈർക്കിളും മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഈർക്കിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബാംബൂ സ്റ്റിക്കും യൂസ് ചെയ്യാം കേട്ടോ. എല്ലാം ഇതുപോലെ ഈർക്കിള് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അതും ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് കളറിങ് പരിപാടിയാണ്. അതിന് ഞാൻ ബ്രൗൺ അക്രലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാൻ ബ്രൗൺ ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒന്ന് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഞാൻ 1 കോട്ട് അടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോട്ടൊക്കെ അടിക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് ഞാൻ ഫിനിഷായി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടെ പെയിൻറ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു വാർണിഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാ ഷോപ്പിൽ നിന്നും കിട്ടും കേട്ടോ. വാർണിഷ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും വാങ്ങിക്കാൻ കിട്ടും. അതൊന്ന് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഈ ഭാഗവും അതിൻ്റെ അടിഭാഗവും വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാനിതിൻ്റെ അളവ് 25 ആണ് വിഡ്ത്ത്. അതുപോലെ ലെങ്ത്ത് രണ്ടിൻ്റെയും 25 ആണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ആണ്. രണ്ടും 14 ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫൈനായിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബാക്കിയുള്ള സംഭവം കൂടെ ചെയ്തെടുക്കാം. ഇനി ഈ ഷെൽഫാണ് ഈ ഒരു സൈഡിൽ ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ ചാർജർ അതുപോലെ ഹെഡ്സെറ്റൊക്കെ ഇട്ടേക്കാൻ കഴിയുന്ന ഒരു ഷെൽഫാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അളവ് പറഞ്ഞുതരാം. മുകൾ ഭാഗത്ത് വരുന്നതിൻ്റെ അളവ് 14x14 ആണ്. അതുപോലെ അതിൻ്റെ സൈഡിൽ വരുന്നത് 14x6 ആണ് വരുന്നത്. വിഡ്ത്ത് 14ഉം ലെങ്ത്ത് 6ഉം ആണ് വരുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബോക്സ് വേണം. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതേപോലെ ഒരു ബോക്സ് ഉണ്ടാക്കും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചുരുട്ടിയിട്ടും ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഇതുണ്ടായപ്പോൾ ഞാൻ എടുത്തതാണ്. ഇനി ഇതിൽ അക്രലിക് ബ്ലാക്ക് പെയിൻറ് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു വാഷി ടാപ്പിൻ്റെ റോൾ എടുത്തിട്ട് അതിലൊരു ബട്ടർഫ്ലൈ ഒട്ടിച്ചതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സെൻട്രലായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അതിനുള്ളിൽ സെക്യൂറായി വെച്ച് കൊടുക്കാം. ഫസ്റ്റ് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും കേട്ടോ.
ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് നമ്മളെ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ്. ഫോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ ന്യൂസ് പേപ്പറിൻ്റെ റോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 9 അതുപോലെ 16 ആണ്. ഓരോരുത്തരുടെ ഫോണിനനുസരിച്ച് അളവൊക്കെ എടുക്കുക. ഞാൻ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ അറ്റത്തും ഇവിടെയും ഞാൻ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ റോള് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഫിനിഷിങ്ങിന്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഇനി ഷെൽഫിൽ നമുക്ക് ചാർജറും USB ഹെഡ്സെറ്റൊക്കെ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ വാച്ച് ഇവിടെ വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഉള്ളൊരു സ്പേസ് ആണത്. നമ്മുടെ ഫോൺ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ ഹോൾഡർ ഇഷ്ടമായാലേ പറ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.